വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തകൾ കേൾക്കുന്ന വയനാട്ടിൽ നിന്ന് ഒരു സ്നേഹബന്ധത്തിന്റെ മനോഹരമായ കാഴ്ചയുണ്ട്. ഇരുളത്തിനടുത്ത് മരിയനാട് തൊപ്പിപ്പാറ സമരഭൂമിയിൽ താമസിക്കുന്ന രാധയുടെ സന്തത സഹചാരി ആരാണെന്നറിയാമോ? അത് പൂച്ചയാണോ? അല്ല. എന്നാൽ പിന്നെ പട്ടിക്കുട്ടിയായിരിക്കും? അതുമല്ല. പിന്നാരാണ്? അണ്ണാൻകുഞ്ഞാണോ? അല്ല. ഒരു കാട്ടുപന്നിയാണ്. മുത്തുവെന്ന കാട്ടുപന്നി. വീടിനു ചേർന്ന വനാതിർത്തിയിലെ കുഴിയിൽ നിന്ന് ഒരു വർഷം മുൻപ് രാധയ്ക്ക് കിട്ടിയതാണ് ഈ കാട്ടുപന്നിയെ. തീറ്റയെടുക്കാതെ ക്ഷീണിതനായി മരണത്തോട് മല്ലിടുന്ന പെൺകാട്ടുപന്നി കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി മരുന്നും വെള്ളവുമൊക്കെ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും രാധയുടെ മനസ്സ് പിടയും. ഒരു മാതൃഹൃദയം എന്ന പോലെ. കിട്ടിയപ്പോ ഇതില് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് ഇത് ജീവിച്ചിരിക്കുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ ഒരു പ്രാർത്ഥന, എന്റെ ഒരു ജീവിതം പോലെ ഞാൻ നോക്കി വളർത്തിയതാണ്. വായിക്കൂടെയൊക്കെ പതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഇത് ചിലപ്പോ അവിടെ കൊണ്ടുപോയാലും ജീവിക്കാൻ തോന്നില്ല. രാധാകൃഷ്ണൻ ദമ്പതികൾക്ക് മുത്തു അടക്കം ഇപ്പോൾ 5 മക്കളാണ്. രാധയുടെ മക്കളായ ഉണ്ണികൃഷ്ണൻ, അഭിരാജ്, വിശാൽ എന്നിവരോടൊപ്പം മുത്തുവും രാത്രി പുതപ്പിനടിയിലാണ് ഒരുമിച്ചുറങ്ങുക. മിച്ചഭൂമിയിലെ കുടിലാണെങ്കിലും വീട്ടിലെ അംഗത്തിന്റെ എല്ലാ പരിഗണനയും മുത്തുവിന് ലഭിക്കുന്നുണ്ട്. അതിന് ചോറ് കൊടുക്കുന്നുണ്ട്, നമ്മളെന്താ കഴിക്കുന്നത് അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഫോറസ്റ്റുകാർ വന്നാലും അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു, ഇച്ചിരി നടക്കാനൊക്കെ ആകുമ്പോൾ റോട്ടിൽ കൂടെയൊക്കെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞായിരുന്നു, പിന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞതാ. പക്ഷെ അവര് അത് കണക്കാക്കിയില്ല. എന്തായാലും അവര് കൊണ്ടുപോയാലും കാട്ടിലല്ലേ വിടുള്ളൂ. പാലും ബിസ്ക്കറ്റും ചോറുമെല്ലാമാണ് മുത്തുവിന്റെ ഇഷ്ടവിഭവം. ജോലിക്കാണെങ്കിലും റേഷൻ കടയിലേക്കാണെങ്കിലും പുറത്തിറങ്ങിയാൽ രാധയുടെ കൂടെ സന്തത സഹചാരിയായി എപ്പോഴും മുത്തു ഉണ്ടാകും. വന്യജീവി മനുഷ്യ സംഘർഷം തുടർക്കഥയാകുന്ന വയനാട്ടിൽ നിന്ന് വ്യത്യസ്തമായൊരു ആത്മബന്ധത്തിന്റെ കഥയാണിത്. മുത്തുവിന് രാധ അമ്മയായും രാധയ്ക്ക് മുത്തു സ്വന്തം മകളായും സ്നേഹം പങ്കിടുന്ന അപൂർവമായൊരു കഥ. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.